ഹായ് ഡിയർ സ്റ്റുഡൻസ്. സോ ഈ ഒരു റെക്കോർഡഡ് സെഷനിലൂടെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫിഷ് സ്കെയിൽസിനെ കുറിച്ചാണ്. ജനറൽ ഐഡിയ ഓഫ് ഫിഷ് സ്കെയിൽസും ആൻഡ് ജനറലി ഹൗ ദേ ആർ ക്ലാസിഫൈഡ് ആൻഡ് ജസ്റ്റ് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ബ്രീഫായിട്ടാണ് നമ്മൾ മൊത്തത്തിൽ പോകുന്നത്. ഓക്കെ, സോ ദെൻ ലെറ്റ് സ്റ്റാർട്ട്. ഫിഷ് സ്കെയിൽസ്. Now, എല്ലാ ഫിഷിലും മെജോറിറ്റി ഓഫ് ദി ഫിഷസ് ഹാസ് ഗോട്ട് എ പ്രൊട്ടക്റ്റീവ് കവർ. ലൈക്ക് പ്രൊട്ടക്റ്റീവായിട്ട് നിങ്ങൾക്ക് തന്നെ നമ്മുടെ നേരത്തെ പാഠത്തിൽ തന്നെ കാണാൻ പറ്റും. പ്രൊട്ടക്റ്റീവായിട്ടൊരു ബോണി എക്സോസ്കെൽറ്റൻ അവരുടെ ബോഡിയുടെ പുറത്തുണ്ട്. Now, this bony exoskeleton is known as scales. Now, scale, ഫിഷിൻ്റെ സ്കെയിൽ is actually സ്കിന്നിൻ്റെ ഡേമസ് റീജിയൻ എന്നാണ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം സ്കിന്നിന് തന്നെ there are two layers. Okay, there's an epidermis. The outermost layer is known as the epidermis and the second layer is known as the dermis layer. അതിൻ്റെ താഴെയാണ് മസിലൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ എനിവേസ് ഈ ഒരു ഡേമസ് ലെയറിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? സ്കെയിൽസ് കാണാൻ പറ്റുന്നത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇവർ ഡേമൽ ഡെൻഡിക്കിൾ എന്ന് പറയും. അപ്പോൾ എന്താ അതിൻ്റെ വ്യത്യാസം? യു ക്യാൻ സീ ദാറ്റ് ഹിയർ ഇവിടെ കാണുന്ന. നൗ ദിസ് ഇസ് ദി ഫിഷ് സ്കെയിൽ. അപ്പോൾ ഫിഷ് സ്കെയിലിൻ്റെ പുറത്ത് അത് ഡേമൽ ഒറിജിൻ ആയതുകൊണ്ട് തന്നെ ഡേമൽ ടെൻഡക്കൽ എന്നാണല്ലോ അവർ വിളിക്കുന്നത്. അപ്പോൾ ഡേമസ് എന്ന് പറയുന്നത് മീസോഡേമൽ ഒറിജിനാണ്. ഡേമസ് എന്ന് പറഞ്ഞാൽ എന്ത് ഒറിജിനാണ്? നമ്മുടെ എക്ടോഡേം, എൻഡോഡേം, മീസോഡേം പറയില്ലേ, അതിൻ്റെ അകത്ത് മീസോഡേമിൽ നിന്നാണ് ഡേമസ് ഒറിജിനേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഡേമസിൽ നിന്ന് സ്കെയിൽസ് ഒറിജിനേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന് നമുക്ക് പറയാം ഏകദേശം ഇതൊരു മീസോഡേമൽ ഒറിജിനാണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ സ്കെയിൽസിന് പുറത്ത് നമുക്ക് തോന്നില്ലെങ്കിലും ശരിക്കും അതിൻ്റെ പുറത്ത് എന്തുണ്ട്? തിൻ ലെയർ ഓഫ് എപ്പിഡേർമസ് ഇസ് ദെയർ. നൗ സ്കെയിൽസ് ക്യാൻ ബി സീൻ ഇൻ ദി കേസ് ഓഫ് റെപ്റ്റൈൽസ് ഓൾസോ. റെപ്റ്റൈൽസിന് നമുക്ക് സ്കെയിൽസ് കാണാൻ പറ്റും. പക്ഷേ റെപ്റ്റൈൽസിൽ അവരുടെ സ്കെയിൽ എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ പുറത്താണ്. ഇറ്റ് ഇസ് എപ്പിഡേർമൽ ഇൻ ഒറിജിൻ. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും സ്കിന്നിൻ്റെ പുറത്താണ് എന്തിരിക്കുന്നത്? സ്കെയിലിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ദ ഫിഷ് സ്കെയിൽസ് ആർ ഡേർമൽ ഇൻ ഒറിജിൻ. ഓക്കെ, എന്നുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് ഓർത്തിരിക്കണം. അപ്പോൾ നൗ ദ എപ്പിഡേർമൽ ലെയർ വിച്ച് ഇസ് സീൻ അബവ് ദ ഫിഷ് സ്കെയിൽസ് സെക്രീറ്റ് എ മ്യൂക്കസ്. ഈ എപ്പിഡേർമൽ ലെയറിൽ കുറേ ഗ്ലാൻസ് ഉണ്ടാവും. ചില ഫിഷിന് മ്യൂക്കസ് ഗ്ലാൻസ് ആയിരിക്കും ഉള്ളത്, ചില ഫിഷിന് പോയ്സൺ ഗ്ലാൻസ് ഉണ്ടാവും. അങ്ങനെ പല പല ഗ്ലാൻസ് ഉണ്ടാവും. ഇപ്പം മ്യൂക്കസ് ഗ്ലാൻസ് ഉണ്ടെങ്കിൽ ആ മ്യൂക്കസ് അവർ അതിൻ്റെ പുറത്തോട്ട് സെക്രീറ്റ് ചെയ്യും. സോ ഇറ്റ് ഗിവ്സ് ഒരു സ്ലിപ്പറി എഫക്റ്റ്. ഓക്കെ, ഇനി ഈ ഒരു മ്യൂക്കസ് പല പ്രത്യേകത ഉണ്ട്. നമുക്കറിയാം മ്യൂക്കസ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് ഏജൻറ്റ് ഓഫ് സ്കിന്നാണ്. സോ ഇറ്റ് പ്രൊട്ടക്ട്സ് ദ സ്കിൻ ഫ്രം ആൻറ്റി ബാക്ടീരിയൽ എഫക്ട്സ്. ഫംഗൽ എഫക്റ്റ് ഉണ്ട്, ഇൻഫെക്ഷനൊക്കെ വന്നാലൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യും. ആൻഡ് എ ലോട്ട് ഓഫ് റിസർച്ച് ഇസ് ബീൻ ഡൺ ഓൺ ഫിഷ് മ്യൂക്കസ്. ഫിഷ് മ്യൂക്കസിൻ്റെ ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റും ആൻറ്റി ഫംഗൈൽ എഫക്റ്റും ആൻറ്റി വൈറൽ എഫക്റ്റൊക്കെ ഒരുപാട് സ്റ്റഡി ചെയ്യുന്ന ഒരു ഏരിയ തന്നെയാണ്. ഓക്കെ, നൗ അപ്പോൾ ഈ ഒരു ഫിഷിന് ഇങ്ങനെ സ്കെയിലിൻ്റെ പുറത്ത്, ഇപ്പോൾ സ്കെയിൽ എന്നൊക്കെ പറഞ്ഞാൽ ഫിഷ് നമുക്കറിയാം വെള്ളത്തിൽ കൂടെ പോകുന്നൊരു ജീവിയാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഫ്രിക്ഷൻ കുറയ്ക്കണം. അപ്പോൾ സ്കെയിൽസിൻ്റെ അറേഞ്ച്മെൻറ്റും അങ്ങനെയാണ്. അതിൻ്റെ പുറത്തുള്ള മ്യൂക്കസും ആ ഫ്രിക്ഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ നമ്മൾ ഫിഷ് സ്കെയിൽസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് ഫിഷിൻ്റെ പുറത്ത് there's an outer protective cover layer which is made up of bone. It's seen, it is known as the scales. Now the scales are dermal in origin. It is originated from the dermis of the skin. അതുകൊണ്ടാണ് ഇതിനെ ഡേർമൽ ഡെൻഡിക്കിൾ എന്ന് വിളിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഓർത്തിരിക്കണം. നൗ വെൻ യു ലുക്ക് ഇൻ ടു ദി അറേഞ്ച്മെൻറ്റ് നമുക്ക് കാണുമ്പോൾ ഇതാണ് ഒരു ഫിഷ് സ്കെയിൽ എങ്കിൽ നൗ ദിസ് ഇസ് ദി ആൻറ്റീരിയർ പോർഷൻ, ദിസ് ഇസ് ദി പോസ്റ്റീരിയർ പോർഷൻ. ഓക്കെ, ഈ ഓറഞ്ച് കളർ ഭാഗത്തിനെ നമ്മൾ ആൻറ്റീരിയർ പോർഷൻ ഓഫ് ദി സ്കെയിൽ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദിസ് grey color part is known as the posterior part of the fish of the scale. Now anterior portion of the scale is mainly skinil embedded ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് പുറമേ നിന്ന് കാണാൻ പറ്റില്ല. ആൻഡ് ദ പോസ്റ്റീരിയർ പാർട്ട് ആയിരിക്കും നമുക്ക് പുറത്തോട്ട് കാണുന്നത്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദ പോസ്റ്റീരിയർ പാർട്ട് ഓഫ് ദ ഫിഷ് സ്കെയിൽ ഇസ് ഓൾവേസ് ഡയറക്റ്റ് ടുവേർഡ്സ് ദ ടെയിൽ. ഇറ്റ് ഈസ് ഓൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ ടെയിൽ. ടെയിലോട്ട് ഡയറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഫിഷ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ വെള്ളം മൂവ് ചെയ്യുന്നത് ഇങ്ങോട്ടായിരിക്കുമല്ലോ. ഇഫ് ദ ഫിഷ് ഇസ് മൂവിങ് ദിസ് വേ, യു നോ ദറ്റ് വാട്ടർ വിൽ ബി മൂവിങ് ദ ഓപ്പോസിറ്റ് വേ. അപ്പോൾ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവില്ല. നേരെ തിരിഞ്ഞാണ് ഇരിക്കണമെങ്കിൽ ഒരു ഫ്രിക്ഷൻ ഫീൽ ചെയ്ത് തന്നെ ഇവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ടാവില്ല കേട്ടോ. Now scales, some fishes will have evident ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സ്കെയിൽസ് ഉണ്ടാകും. Some fishes will be having microscopic scales. Some fish won't be having scales. അങ്ങനെ സ്കെയിൽസ് ഇല്ലാത്ത ഫിഷസിനെ നമ്മൾ നേക്കഡ് ഫിഷസ് എന്ന് വിളിക്കും കേട്ടോ. നേക്കഡ് ഫിഷസ് എന്നാണ് അവർ നമ്മൾ ജനറലി വിളിക്കാറുള്ളത്. ആൻഡ് ഇൻ കേസസ് വി ക്യാൻ സീ ദാറ്റ് in some fishes the scales may be modified into teeth
ഷാർക്കിൻ്റെയൊക്കെ കേസിൽ പ്ലാക്കോയിഡ് എന്താണ് പ്ലാക്കോയിഡ് സ്കെയിൽസ് ആണ് ടീത്തായിട്ട് മോഡിഫൈ ചെയ്ത് വന്നേക്കുന്നത്. And in some cases you can see that scales are stings ആയിട്ട് വരുന്ന സ്കെയിൽസ് തന്നെയാണ്. ഓക്കെ, പിന്നെ ഈ പറയുന്ന ഈലിൽ ആംഗുലയിൽ നമുക്ക് കാണാം സ്കെയിൽസ് ഭയങ്കര മൈക്രോസ്കോപ്പിക് ആയിരിക്കും ആൻഡ് ഡീപ്ലി എൻബഡഡ് ആണ്. അപ്പം നമുക്ക് തോന്നും ഇവർക്ക് സ്കെയിൽ ഇല്ല എന്ന് തന്നെ. വേറെ കുറേ ഫിഷസിൽ സ്കെയിൽസ് എല്ലായിടത്തും ഒരുപോലെ അറേഞ്ച് ചെയ്തിരിക്കണമെന്നില്ല. നമ്മൾ ആസിപ്പൻസിലൊക്കെ പഠിച്ചതാണ്. അവിടെ നമുക്കറിയാം ചിലയിടത്ത് സ്കെയിൽസ് ഭയങ്കര തിക്കൻഡായിട്ട് സ്ക്യൂട്ട്സ് ആവുന്നു, ചിലയിടത്ത് സ്കെയിൽസേ ഇല്ല. അപ്പോൾ അങ്ങനെയും പാച്ചസിലൊക്കെ സ്കെയിൽസ് കാണാൻ പറ്റും. സോ അതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ പലതരത്തിലാണ് നമുക്ക് ഫിഷസിൽ കാണാൻ പറ്റുന്നത്. ഇനി അബൌട്ട് ദ ഗ്രോത്ത് റിംഗ്, you can see that fish, as the fish grow, the scales also grow. Now the scales in the growth, it's like trees. ഒരു സീസണിൽ ഭയങ്കര കൂടുതലും ഒരു സീസണിൽ കുറവായിരിക്കും. സോ ഇറ്റ് ഗ്രോസ് ഫാസ്റ്റ് ഇൻ സമ്മർ ആൻഡ് ഇറ്റ് ഗ്രോസ് ലൈക്ക് ഭയങ്കര കുറച്ച് ഗ്രോത്ത് എപ്പോൾ നടക്കുള്ളൂ, വിൻ്ററിൽ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ യു ക്യാൻ സീ ദറ്റ് ഈ ഒരു ഗ്രോത്ത് പാറ്റേൺസ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു കോൺസെൻട്രിക് ലെയറിലായിട്ട് ഒരു റിംഗ് ലൈക്ക് സ്ട്രക്ചർ, റിംഗ് ലൈക്ക് പാറ്റേൺ വിൽ ബി ലെഫ്റ്റ് on the scales, and this ring like pattern ആണ് നമ്മൾ circular, ഈ റിങ്ങിനെയാണ് circular എന്ന് വിളിക്കുന്നത്. And by counting the number of circular we can actually kind of determine the age of the fish. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രോത്ത്. അപ്പോൾ ദിസ് ഫിഷ് ഇസ് ആക്ച്വലി 4 year old. അപ്പോൾ അങ്ങനെ നമുക്ക് ഫിഷിൻ്റെ ഗ്രോത്ത് ക്യാൻ ബി മോണിറ്റേർഡ് അല്ലെങ്കിൽ ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ബൈ കൗണ്ടിങ് ദ റിങ്സ്, ഗ്രോത്ത് റിങ്സ് ഇൻ ദ കേസ് ഓഫ് ഫിഷ് സ്കെയിൽസ്. Now coming to the main topic, that is the type of fish scales. So there are many types of fish scales. നമ്മൾ മെയിൻലി പഠിക്കാൻ പോകുന്ന ഒരു 5 types ആണ്. ദാറ്റ് ഇസ് പ്ലാക്കോയിഡ് സ്കെയിൽസ്, കോസ്മോയിഡ് സ്കെയിൽസ്, ഗാനോയിഡ് സ്കെയിൽസ്, സൈക്ലോയിഡ് സ്കെയിൽസ് ആൻഡ് ടീനോയിഡ് സ്കെയിൽസ്. സോ നമ്മൾ മെയിൻലി പഠിക്കാൻ പോകുന്ന എത്ര ടൈപ്പ് ഓഫ് സ്കെയിൽസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്ന 5 ടൈപ്പാണ്. കാർട്ടിലേജിനസ് ഫിഷസിൽ കാണുന്ന പ്ലാക്കോയിഡ് സ്കെയിൽസിനെ കുറിച്ച്, പിന്നെ ഈ പറയുന്ന ക്രോസോപ്റ്റെറിജിനിൽ കാണുന്ന എന്താണ് കോസ്മോയിഡ് സ്കെയിൽസിനെ കുറിച്ച്, ഗാനോയിഡ് സ്കെയിൽസ് നോൺ ടീലോയിസ്ഡ് ബോണി ഫിഷസിൽ കാണുന്ന ഗാനോയിഡ് സ്കെയിൽസിനെ കുറിച്ച്, പിന്നെ മോഡേൺ ഡേ ബോണി ഫിഷസിൽ കാണുന്ന സൈക്ലോയിഡ് ആൻഡ് ടീനോയിഡ് സ്കെയിൽസിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പ്ലാക്കോയിഡ് സ്കെയിൽസ്? നൗ യു വിൽ ബി ഹാവിങ്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊക്കെ പ്രാക്ടിക്കൽസ് ഉണ്ട് പ്ലാക്കോയിഡ് സ്കെയിൽസിനെ കുറിച്ച്. വാട്ട് യു സീ ഹിയർ ഇസ് ദി പ്ലാക്കോയിഡ് സ്കെയിൽ. പ്ലാക്കോയിഡ് സ്കെയിൽസ് ആർ മെയിൻലി സീൻ ഇൻ കാർട്ടിലേജിനസ് ഫിഷസ്. നമുക്ക് ഷാർക്കിലൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും. ഇഫ് എനിബഡി ഹാസ് ടച്ച് ഷാർക്ക് സ്കിൻ, നിങ്ങളുടെ വീട്ടിൽ എപ്പോഴേലും ഷാർക്ക് മേടിച്ച് തൊട്ടിട്ടുണ്ടെങ്കിൽ ഇറ്റ് ലുക്സ് ലൈക്ക്, ഇറ്റ് മീൻസ് ഇറ്റ് ഫീൽസ് ലൈക്ക് എ സാൻഡ് പേപ്പർ, അല്ലേ? സാൻഡ് പേപ്പർ പോലെയാണ് ഇരിക്കുന്നത്. ആൻഡ് മൈക്രോസ്കോപ്പിൽ നോക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഇങ്ങനെ കുറേ പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. ദാറ്റ് ഇസ് ദ സ്കെയിൽസ്. ഇതാണ് അവരുടെ സ്കെയിൽസ്. നമുക്ക് ഷാർക്കിനെ അല്ലാണ്ട് നോക്കുമ്പോൾ നമുക്ക് തോന്നും അവർക്ക് സ്കെയിൽസ് ഇല്ല, ബട്ട് നോ, ദേ ഹാവ് ഗോട്ട് സ്കെയിൽസ്. അവരുടെ സ്കെയിൽസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഓക്കെ, now so the scales that are seen in cartilaginous fishes ആണ് അല്ലെങ്കിൽ ഷാർക്ക് ആൻഡ് അതർ എലാസ്മോബ്രാങ്ക്സ് നമ്മൾ പ്ലാക്കോയിഡ് സ്കെയിൽസ് എന്ന് പറയും. ദീസ് ആർ വെരി സ്മോൾ സ്കെയിൽസ് വിച്ച് ആർ സീൻ എംബഡഡ് ഇൻ ദ സ്കിന്നിൽ എംബഡ് ആകുന്ന വളരെ ചെറിയ സ്കെയിൽസ് ആണ് ഈ പറയുന്ന പ്ലാക്കോയിഡ് സ്കെയിൽസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നൗ ഈ പ്ലാക്കോയിഡ് സ്കെയിലിന് നമ്മൾ ഏതൊരു സ്കെയിൽ പഠിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്. കുറച്ച് പോയിൻറ്റ്സ് വെച്ച് വേണം പഠിക്കാൻ. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് റിമെമ്പർ ഏത് ഫിഷിലാണ് ഈ സ്കെയിൽ കാണുന്നത്. രണ്ടാമത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഈ സ്കെയിലിൻ്റെ സ്ട്രക്ചർ, വാട്ട് ഇസ് ദ കമ്പോണൻറ്റ്, ഒന്ന് വരയ്ക്കാൻ പഠിക്കണം. പിന്നെ അത് കമ്പോണൻറ്റ്സ്, വാട്ട് ഇസ് ദ സ്കെയിൽ മെയ്ഡപ്പ് ഓഫ്, എത്ര ലെയർ ഉണ്ട്, വാട്ട് ഇറ്റ് ഇസ് മെയ്ഡപ്പ് ഓഫ്. ഓക്കെ, ഇതാണ് ഈ ഒരു 3 കാര്യം. ഒന്ന്, ഏത് ഫിഷിൽ കാണുന്നു, വാട്ട് ഇസ് യു ഹാവ് ടു ലേൺ ടു ഡ്രോ ദ സ്ട്രക്ചർ ആൻഡ് ഇതിൻ്റെ കമ്പോണൻസ് എന്താണ്, ഇതാണ് മെയിൻലി പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ആദ്യം നമ്മൾ പ്ലാക്കോയിഡ് സ്കെയിലിനെ കുറിച്ച് പറയുമ്പോൾ പ്ലാക്കോയിഡ് സ്കെയിൽ ഏത് ഫിഷസിലാണ് കാണുന്നത്? കാർട്ടിലേജിനസ് ഫിഷസിലാണ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പ്ലാക്കോയിഡ് സ്കെയിലിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് നോക്കാം. മിനിമം യു ഹാവ് ടു ലേൺ ടു ഡ്രോ ദീസ് 2 ഡയഗ്രാംസ്. ഈ ഡയഗ്രാംസ് എങ്കിലും വരയ്ക്കാൻ പഠിച്ചിരിക്കണം. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് ഈ ഡയഗ്രാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാനിപ്പോൾ പറയുമ്പോൾ അറിഞ്ഞിരുന്നാലാണ് ഇതിൻ്റെ കമ്പോണൻസ് മനസ്സിലാവണം. ഓക്കെ, നൗ ഇതാണ് പ്ലാക്കോയിഡ് സ്കെയിൽ എന്ന് പറയുന്നത്. നമ്മൾ ഈ പുറത്ത് കാണുന്ന, നിങ്ങളിതൊരു ഈ കാണുന്ന ഈ ഒരു ഭാഗമാണ് ഇത് കണ്ടോ, ദിസ് പെർട്ടിക്കുലർ ഭാഗം, ഇതാണ് ഇങ്ങനെ ടെയിൽ റീജിയനിലോട്ട് ഇങ്ങനെ പോയിന്റ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. സോറി. Now placoid scale എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് പ്ലേറ്റ് ലൈക്ക് സ്കെയിൽസ് ആണ്. Now the scale has 2 region. Okay, the one is the basal disc. താഴെ കാണുന്ന ഒരു basal disc. Okay, that is the one area, and the other is the tridentate spine. എന്താണ്
tridentate spine. So they have got a basal disc and ഒരു ട്രൈഡൻഡേറ്റ് എന്ന് പറയാൻ കാര്യം 3 മുനയുള്ളതുകൊണ്ടാണ് 3 പോയിന്റ്സ് ട്രൈഡൻഡേറ്റ് സ്പൈൻ. സോ ഇതാണ് അതിൻ്റെ 2 ഭാഗം എന്ന് പറയുന്നത്. സോ ദിസ് ഇസ് ദി ബേസൽ പ്ലേറ്റ് ആൻഡ് ദിസ് ഇസ് ദി ട്രൈഡൻഡേറ്റ് സ്പൈൻ. ട്രൈഡൻഡേറ്റ് സ്പൈൻ എന്നാണ് അതിനെ പറയുന്നത്. ഓക്കെ, ഇനി വാട്ട് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ്? യു ക്യാൻ സീ ദാറ്റ് നമ്മളപ്പോൾ ഈ പറയുന്നതിൻ്റെ അകത്ത് എന്തൊക്കെ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കാം. നൗ ദ സ്പൈൻ ഇസ് ഓൾസോ നോൺ ആസ് എക്ടോഡെർമൽ ക്യാപ്പ് കേട്ടോ. നൗ ദിസ് പാർട്ട്, ദ ക്യാപ്പ് പാർട്ട് ഇസ് മെയ്ഡ് അപ്പ് ഓഫ്, നൗ ദിസ് ക്യാപ്പ് പാർട്ട്, ഈ ഒരു ക്യാപ്പ് പാർട്ടില്ലേ, വാട്ട് ഇസ് ദിസ് മെയ്ഡ് അപ്പ് ഓഫ്? നൗ ദിസ് ദി ഔട്ടർ മോസ്റ്റ് ക്യാപ്പ് പാർട്ട് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ മെറ്റീരിയൽ നോൺ ആസ്, ഇറ്റ്സ് എ മെറ്റീരിയൽ വിച്ച് ലുക്സ് ലൈക്ക് അല്ലെങ്കിൽ ഫീൽസ് ലൈക്ക് എനാമൽ. അതിനെയാണ് നമ്മൾ പറയുന്നത് വിറ്ററോഡെൻറ്റൈൻ. നൗ ദ outermost layer is made up of a vitterodentine. outermost layer നമുക്ക് എന്തുണ്ട്? ഒരു vitterodentine ഉണ്ട്. നമുക്കിവിടെ ഒരു വര പോലെയാണ് കാണുന്നത്, ഒരു vitterodentine ഉണ്ട്. ആൻഡ് ഇൻസൈഡ് ദിസ് vitterodentine, ഈ vitterodentine ഉള്ളിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇൻസൈഡ് ദിസ് vitterodentine is seen another material, അല്ലെങ്കിൽ the body of the scale. ശരിക്കും പറഞ്ഞാൽ ഈ സ്കെയിലിൻ്റെ ബോഡി is made up of dentine. സ്കെയിലിൻ്റെ ബോഡി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ദ ബോഡി ഓഫ് ദ സ്കെയിൽ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഡെൻറ്റൈൻ. ആൻഡ് ഉള്ളിൽ, ഡെൻറ്റൈൻ്റെ ഉള്ളിൽ, ഒരു മിനിറ്റ്, ഐ വിൽ ഡ്രോ ലൈക്ക് ദിസ്. നൗ ദ റെഡ് കളർ ഇസ് ദി vitterodentine. ഓക്കെ, ആൻഡ് ഐ വിൽ യൂസ് ദി ഹൈലൈറ്റർ ബ്ലൂ to draw the dentine. This is the dentine. The body of the scale is made up of dentine, and inside the dentine you can see there's a pulp cavity where the pulp is seen. Now what is the pulp? Pulp എന്ന് പറയുന്നതാണ് നമ്മുടെ പല്ലിലും ഉണ്ട് പൾപ്പ്. എന്താണ് പൾപ്പ്? ക്യാവിറ്റിയും പൾപ്പും ഉണ്ട്. പൾപ്പ് എന്ന് പറയുന്നത് ആ ടീത്തിൻ്റെ ഉള്ളിലുള്ള ആ പർട്ടിക്കുലർ ഒരു ക്യാവിറ്റിയാണ് വേർ പൾപ്പ് സിറ്റുവേറ്റഡ്. പൾപ്പ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ലൈക്ക് മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂസ്, സോഫ്റ്റ് ടിഷ്യൂസ്, ബ്ലഡ്, നെർവ്സ് ഒക്കെ ചെല്ലുന്ന ആ ഒരു ഏരിയ നമ്മൾ പൾപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പൾപ്പിനുള്ള പൾപ്പ് ക്യാവിറ്റി ഈസ് ദെയർ. ഓക്കെ, സോ യു ക്യാൻ സീ ദ പൾപ്പ് ക്യാവിറ്റി. ദിസ് ഈസ് ദി പൾപ്പ് ക്യാവിറ്റി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും നേരം ഇതിനെക്കുറിച്ചാണ് പറഞ്ഞത്. ഔട്ടർമോസ്റ്റ് ലെയറിൽ എന്താ ഉള്ളത്? ഒരു vitterodentine ഉണ്ട്, വിച്ച് ഇസ് എനാമൽ ലൈക്ക്. ദ ബോഡി ഓഫ് ദ സ്പൈൻ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഡെൻറ്റൈൻ ആൻഡ് ഉള്ളിൽ ദർസ് എ പൾപ്പ് ക്യാവിറ്റി. Okay, now what is this basal disc made up of? Now the basal disc is made up of a material known as cement എന്ന് പറയുന്നത്. Then this cement is actually similar to the cement that is present in our teeth. നമ്മുടെ ടീത്തിലും ഒരു സിമെൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ട്. ആ സിമെൻറ്റ് പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. Now the basal plate is made up of cement. ഓക്കെ, അപ്പോൾ ഇതാണ് പ്ലാക്കോയിഡ് സ്കെയിലിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ പ്ലാക്കോയിഡ് സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? പ്ലാക്കോയിഡ് സ്കെയിൽ സീൻ ഇൻ sharks and elasmobranchs. It has got 2 parts. ഒരു സ്പൈൻ അല്ലെങ്കിൽ സ്പൈൻ ലൈക്ക് പാർട്ട് ഉണ്ട്. പിന്നെ ട്രൈഡെൻറ്റൈൻ സ്പൈൻ ആണ്, കാരണം അതിന് 3 റിഡ്ജസ് ഉണ്ടായിന്. പിന്നെ ഉള്ളത് താഴെ ഒരു ബേസൽ പോർഷനാണ്. ദിസ് ബേസൽ പോർഷൻ ഇസ് ആക്ച്വലി എംബഡഡ് ഇൻ ദ സ്കിൻ. നമുക്ക് ഈ സ്പൈൻ മാത്രമേ പുറത്തോട്ട് കാണാൻ പറ്റുള്ളൂ. ആൻഡ് ഇഫ് യു ആർ ലുക്കിംഗ് ഇൻ ടു ദി ഇഫ് യു ആർ ലുക്കിംഗ് ക്ലോസ്ലി, നമുക്ക് ഇതിൻ്റെ ക്ലോസ് ആയിട്ട് നമ്മൾ ഇതിനെ ലുക്ക് ചെയ്യുവാണെങ്കിൽ സീ ദാറ്റ് ഔട്ടർമോസ്റ്റ് ലെയർ ദർ ഇസ് എ vitterodentine. ഔട്ടർമോസ്റ്റ് ആയിട്ട് ഒരു vitterodentine ഉണ്ട്, തിൻ ലെയർ ഓഫ് vitterodentine ആണ്, വിച്ച് ഇസ് എനാമൽ ലൈക്ക്. ആൻഡ് ഇൻസൈഡ് യു ക്യാൻ സീ ദ ബൾക്ക് ഓഫ് ദ ബോഡി ഓഫ് ദ scale is made up of a material called dentine, and inside it there's a pulp cavity in which you can see the pulp, and the basal plate is made up of another material known as a cement. Okay, so idana, and you have to learn to draw the diagram. Okay, we can move on to the next scale. Now the next scale is known as maybe we'll learn about Cosmoid scale first. Now the next scale is known as Cosmoid scales. എന്താണ്? ഇനി ഇവിടെ ഒരു കാര്യം പറയട്ടെ. ഇവിടെ even though the teeth is mesodermal in origin, ഇതിനകത്ത് vitterodentine, this vitterodentine is എപ്പിഡെർമൽ. vitterodentine എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്? എപ്പിഡെർമലിൻ ഒറിജിൻ ആണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഓർത്തിരിക്കേണ്ട, ഇറ്റ്സ് ഓക്കെ.
ഇനി അപ്പോൾ അടുത്തത് കോസ്മോയിഡ് സ്കെയിൽസ്. നൗ ദ കോസ്മോയിഡ് സ്കെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മെയിൻലി കാണാൻ പറ്റില്ല. ലാറ്റിമറിയയുടെ ബോഡിയിൽ കോസ്മോയിഡ് സ്കെയിൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. എന്നാലും മെയിനായിട്ടും എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഫിഷസിൽ, എക്സ്റ്റെൻഡ് ആയിട്ടുള്ള സാർക്കോപ്റ്റർജൻ ലോബ്ഡ് ഫിൻ ഫിഷസിലൊക്കെയാണ് നമുക്ക് മെയിൻലി ഈ പറയുന്ന കോസ്മോയിഡ് സ്കെയിൽസ് കാണാൻ പറ്റുന്നത്. ആൻഡ് ഈ കോസ്മോയിഡ് സ്കെയിൽസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഹാസ് ഗോട്ട് മെയിൻലി 3 ലെയേഴ്സ്. ഇപ്പോൾ കോസ്മോയിഡ് സ്കെയിലിൻ്റെ പടം ഇങ്ങനെയാണ്. അതിന് 3 ലെയറാണുള്ളത്. ഏതൊക്കെയാണ് 3 ലെയർ എന്നറിയാമോ? വിച്ച് ആർ ദ 3 layers? Now the 3 layers are, there is a outermost layer. Now the outermost layer ഒരു എക്സ്ട്രാ തിൻ ആയിട്ടൊരു എന്തുണ്ട്, ഒരു വിട്രോഡെൻഡൈൻ ഉണ്ട്. ഔട്ടർമോസ്റ്റിൽ there is a vitrodendine. Okay, vitrodendine is there. പിന്നെ there is what? There is a ഡെൻഡൈൻ ലൈക്ക് മെറ്റീരിയൽ. അവിടെ നമ്മൾ ഡെൻഡൈൻ ആണല്ലോ ഇവിടെ പറഞ്ഞത്, വിട്രോഡെൻഡൈൻ പിന്നെ ഡെൻഡൈൻ എന്നല്ലേ പറഞ്ഞത്. കോസ്മോയിഡ് സ്കെയിൽ വരുമ്പോൾ ഡെൻഡൈന് പകരം അവിടെയുള്ള ഒരു നോൺ സെല്ലാർ മെറ്റീരിയലിൻ്റെ പേരാണ് കോസ്മിൻ. എന്താണ് അതിൻ്റെ പേര്? കോസ്മിൻ. ഓക്കെ, സോ സെക്കൻഡ് ലെയർ ഇസ് കോസ്മിൻ. ഓക്കെ, നൗ ഇനി എന്താണ് ഉള്ളത്? ഇനി നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഒരു വാസ്കുലാർ ആയിട്ടൊരു ബോണി ലെയർ. നൗ ദിസ് വാസ്കുലാർ ബോണി ലെയർ ഇസ് നോൺ ആസ് ഐസോപിഡിൻ. So there are 3 layers, an outermost vitrodendine layer, then there's a cosmin layer. ഈ ബ്ലാക്ക് കളർ കാണുന്നതാണ്, ഈ ഒരു റീജിയൻ ആണ് cosmin layer. പിന്നെ there's a vascular perforated ആയിട്ടുള്ള ഒരു റീജിയൻ ഉണ്ട് which is known as the isopidin. Actually നമുക്ക് പറയുവാണെങ്കിൽ we can see that, we can actually see that. ഓക്കെ, സോ ഒന്നുകൂടെ പറയുകയാണ്. outermost layer ആയിട്ടൊരു vitrodendine ഉണ്ട് which is not marked here. I'll mark it here once again. outermost thin ആയിട്ടൊരു vitrodendine ഉണ്ട്. there's an outermost vitrodendine. അതിവിടെ മാർക്കാവട്ടെ. okay, so there's an outermost vitrodendine. ഓക്കെ, ആൻഡ് അതിനുശേഷം താഴെ എന്താ ഉള്ളത്? താഴെ നമുക്ക് ബൾക്ക് ഓഫ് ദ സ്കെയിൽ ഇസ് മെയ്ഡ് അപ്പ് ഓഫ് എ മെറ്റീരിയൽ നോൺ ആസ് എ കോസ്മിൻ ആണ്. നേരത്തെ ആണെങ്കിൽ ഇറ്റ് ഇസ് ഡെൻഡൈൻ, ഇറ്റ് ഇസ് കോസ്മിൻ ഹിയർ. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വാസ്കുലർ ആയിട്ടുള്ള പെർഫറേറ്റഡ് ആയിട്ട് ബോണി ലെയർ വിച്ച് ഇസ് ഐസോപിഡിൻ. നൗ ഇറ്റ് ഇസ് സീൻ ഇൻ എക്സ്റ്റെൻറ്റ് ഫിഷസ്. ഓക്കെ, ഇതാണ് നമ്മുടെ മെയിൻ പോയിന്റ് ഇവിടെ പഠിക്കാനുള്ളത്. അടുത്ത സ്കെയിലാണ് ഗാനോയിഡ് സ്കെയിൽ. നൗ ദിസ് ഗാനോയിഡ് സ്കെയിലിൻ്റെ പ്രത്യേകത ഇറ്റ് ഇസ് റോംബോയിഡ് ഇൻ ഷേപ്പ് അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പ് സ്കെയിൽസ് ആണ്. ആൻഡ് ഇറ്റ് ഇസ് ആക്ച്വലി ഡിറൈവ്ഡ് ഫ്രം ദി കോസ്മോയിഡ് സ്കെയിൽ. കോസ്മോയിഡ് സ്കെയിൽസ് എന്നാണ് ഈ ഗാനോയിഡ് സ്കെയിൽസ് വരുന്നത്. ഓക്കെ, നൗ ഈ പറയുന്ന ഇവരെന്ന് പറയുന്നത് മെയിൻലി എവിടെയാണ് നമ്മൾ ഗാനോയിഡ് സ്കെയിൽസിനെ കാണുന്നതെന്ന് വിചാരിച്ചാൽ, ഗാനോയിഡ് സ്കെയിൽസ് നമുക്ക് മെയിൻലി ലെപ്പിഡോസ്റ്റൈറസ് എന്ന് പറയുന്ന ഫിഷസിൽ അല്ലെങ്കിൽ ആസിപെൻസറിലൊക്കെ നമുക്ക് ഗാനോയിഡ് സ്കെയിൽസിനെ കാണാൻ പറ്റും. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ആസിപെൻസർ ഓർത്തിരുന്നാൽ മതി. പോളിപ്ട്രസ് എന്നൊക്കെ പറയുന്ന ഫിഷസ് ആണ്. എന്തായാലും ആസിപെൻസർ എന്ന് പറയുന്ന ഫിഷ് ഓർത്തിരിക്കാൻ എളുപ്പമായിരിക്കും, നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അവിടെയാണ് ഗാനോയിഡ് സ്കെയിൽസ് കാണുന്നത്. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ഗാനോയിഡ് സ്കെയിൽസ് ആർ ആക്ച്വലി നോക്കി ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഓവർലാപ്പ് ചെയ്തൊന്നും അല്ല ഇരിക്കുന്നത്, ബട്ട് ഇവർ ഇരിക്കുന്ന നോക്കിയാൽ നല്ലൊരു റോംബോയിഡ് അല്ലെങ്കിൽ ഡയമണ്ട് ഷേപ്പാണ് ഈ ഗാനോയിഡ് സ്കെയിൽസിനുള്ളത്. ഇറ്റ് ഈസ് എ വെരി തിക്ക് സ്കെയിൽ. ഇപ്പം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ പ്ലാക്കോയിഡ് സ്കെയിൽ ആണെങ്കിലും നമ്മൾ പറഞ്ഞ കോസ്മോയിഡ് സ്കെയിൽ ആണെങ്കിലും നമ്മൾ പറയുന്ന ഗാനോയിഡ് സ്കെയിൽ ആണെങ്കിലും ദേ ആർ ഓൾ വെരി തിക്ക്. ഇനി ഗാനോയിഡ് സ്കെയിൽസിൽ നമുക്ക് എന്തൊക്കെ ലെയറാണ് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. ഏതൊക്കെ ലെയറാണ് ഗാനോയിഡ് സ്കെയിൽസിലുള്ളത്? ഇവിടുത്തെ പ്രത്യേകത ദ ഔട്ടർമോസ്റ്റ് ലെയർ. നേരത്തെ 2 കേസിലും what was the outermost layer? Now the outermost layer was vitrodendine. ഇവിടെ there is an outermost layer is known as ganin. ഔട്ടർമോസ്റ്റ് ലെയറിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഗാനിൻ എന്നാണ് വിളിക്കുന്നത്. അത് ഔട്ടർമോസ്റ്റ് ലെയർ ഇസ് നോൺ ആസ് ദി ഗാനിൻ ലെയർ. ഓക്കെ, അപ്പോൾ ഗാനിൻ എന്ന് പറയുന്ന ലെയറാണ് ഔട്ടർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത്. ആൻഡ് ഗാനിൻ ലെയറിന് ശേഷം തൊട്ട് താഴെ യു ക്യാൻ സീ എ കോസ്മിൻ ലൈക്ക് ലെയർ. ഒരു കോസ്മിൻ പോലത്തെ ലെയർ കാണാൻ പറ്റും. പിന്നെ കോസ്മിൻ ലെയറിന് താഴെ നമുക്ക് എന്ത് തന്നെയാണ് കാണാൻ പറ്റുന്നത്? ഐസോപിഡിൻ ലെയർ തന്നെയാണ് കാണാൻ പറ്റുന്നത്. നേരത്തെ കണ്ട പോലെ തന്നെ വാസ്കുലൈസ്ഡ് ആയിട്ടുള്ള പെർഫറേറ്റഡ് ആയിട്ടുള്ള ഐസോപിഡിൻ ലെയർ തന്നെയാണ് കാണാൻ പറ്റുന്നത്. സോ ഇവിടുത്തെ 3 ലെയേഴ്സ് ഏതൊക്കെയാണ്? യു ക്യാൻ സീ എ ഗാനിൻ ലെയർ, പിന്നെ ഒരു കോസ്മിൻ ലൈക്ക് ലെയർ, പിന്നെ യു ക്യാൻ സീ ദി ഐസോപിഡിൻ ലെയർ. ഓക്കെ, സോ ഇതാണ് ഇവിടുത്തെ കേസ്. എക്സാമ്പിൾ ആസിപെൻസർ. ഇനി അടുത്ത സ്കെയിൽ ഏതാണ്? അടുത്ത സ്കെയിൽസ് ടൈപ്പ് എന്ന് പറയുന്നതിനെ നമ്മൾ ബോണി റിഡ്ജ് സ്കെയിൽസ് എന്ന് വിളിക്കും. എന്താണ് നമ്മൾ ഈ ടൈപ്പിനെ വിളിക്കുന്നത്? വി കോൾ ദം ആസ് ബോണി റിഡ്ജ് സ്കെയിൽസ്. ബോണി റിഡ്ജ് സ്കെയിൽസ് നമ്മുടെ മോഡേൺ ഡേ
ഫിഷസിലൊക്കെ കാണുന്ന സ്കെയിൽസാണ് ഈ ബോണി റിഡ്ജ് സ്കെയിൽസ് എന്ന് പറയുന്നത്. നമ്മുടെ ചാളയിൽ വയലയിലൊക്കെ നമ്മൾ കാണുന്ന മെയിൻലി ചാളയിലൊക്കെ കാണുന്ന ഫിഷ് സ്കെയിൽസ്. നൗ ഇത് ഓസ്റ്റിസിസിലാണ് മെയിൻലി കാണുന്നത്. ഈ സ്കെയിൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദീസ് ആർ വെരി തിൻ ആൻഡ് സെമി ട്രാൻസ്പെറൻറ്റ് സ്കെയിൽസാണ്. ഭയങ്കര തിന്നാണ്, സെമി ട്രാൻസ്പെറൻറ്റ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ഡു നോട്ട് ഹാവ് ദി എനാമൽ വിട്രോഡെൻഡൈൻ ലെയറോ അല്ലെങ്കിൽ ഇത് ഡെൻഡൈനോ അല്ലെങ്കിൽ കോസ്മിൻ ടൈപ്പ് ലെയറൊന്നും ഇവർക്കില്ല. അതുകൊണ്ട് തന്നെ ദേ ആർ വെരി തിൻ ആൻഡ് ട്രാൻസ്പെറൻറ്റ്. നൗ ദർ ആർ 2 types ഉണ്ട്, which is the cycloid and the ctenoid scales. So there are 2 types of bony ridge scales, which are the cycloid and the ctenoid. ഇനി you can see that why are they known as bony ridge scales? വേറൊന്നുമായിട്ടല്ല, നമ്മൾ ഈ സ്കെയിൽസിനെ നോക്കിയാൽ ഔട്ടർ മോസ്റ്റ് ആയിട്ട് നമ്മൾ പുറത്ത് നോക്കുമ്പോൾ there will be ഒരു ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു ഗ്രൂവും ഉണ്ടാവും, ഒരു റിഡ്ജും ഉണ്ടാവും, ഒരു ഗ്രൂവും ഉണ്ടാവും. നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ഒരു റിഡ്ജ്, ദസ് എ ഗ്രൂവ്. ഒരു റിഡ്ജ് എന്ന് വെച്ചാൽ ഒരു മുഴ പോലത്തെ സ്ട്രക്ചർ, ഗ്രൂവ് എന്ന് വെച്ചാൽ ഒരു കുഴിവ്. അപ്പം അങ്ങനെ റിഡ്ജും ഗ്രൂവും ആയിട്ട് ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ടാണ് ഇതിനെ ബോണി റിഡ്ജ് സ്കെയിൽസ് എന്ന് വിളിക്കുന്നത്. കോൺസെൻട്രേറ്റ് റിങ്സിലായിട്ട് ഇതിങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും, ഗ്രൂവ് ലൈക്ക് ഡിപ്രഷനും റിഡ്ജസും. ഓക്കെ, ഇനി ഈ സ്കെയിൽസിൻ്റെ ഇന്നമോസ്റ്റിൻ്റെ ഉള്ളിലത്തെ കാര്യം പറയുന്നത്, സ്കെയിൽസിൻ്റെ ഇന്നമോസ്റ്റ് പാർട്ട് ഇസ് മെയിൻലി കമ്പോസ്ഡ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ. ഈ ബോണി റിഡ്ജ് സ്കെയിലിൽ നമുക്ക് മെയിൻലി അവരുടെ ഡെൻഡൈനും എനാനിമലും ഒന്നുമില്ല, നടുക്കത്തെ ഒരു കണക്റ്റീവ് ടിഷ്യൂ കൊളാജൻ, ബാക്കിയല്ലാത്ത നമ്മൾ പൾപ്പ് ക്യാവിറ്റി കാണില്ല, അങ്ങനത്തെ ഒരു കണക്റ്റീവ് ടിഷ്യൂൻ്റെ ഒരു ലെയറും പിന്നെ പുറത്തൊരു കാൽഷ്യം ബേസ് സോൾട്സും കൊണ്ടാണ് ഇവർ ഉണ്ടാക്കിയേക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ആ തിന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഇരിക്കുന്നത്. എനിവേസ് നമുക്ക് കാണുമ്പോൾ സെൻട്രൽ സോൺ, ഈ സ്കെയിലിൻ്റെയൊക്കെ സെൻട്രൽ സോണിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോക്കസ്. ഓക്കെ, അതിനെ ഫോക്കസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ബോണി റിഡ്ജ് സ്കെയിൽസ് ആണ് മോഡേൺ ഡേ ഓസ്റ്റിസിസിൽ കാണാൻ പറ്റുന്ന 2 types ഉണ്ട്, ടീനോയിഡ് ആൻഡ് സൈക്ലോയിഡ് സ്കെയിൽസ്. ദേ ആർ വെരി ട്രാൻസ്പെറൻറ്റ് ആൻഡ് തിൻഡ് ബിക്കോസ് ഓഫ് ദി ആബ്സെൻസ് ഓഫ് എനാമൽ ആൻഡ് ഡെൻഡൈൻ. നടുക്ക് സെൻട്രൽ ബോഡി ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് കാൽഷ്യം സോൾട്സ് കൊണ്ടാണ് ഇത് മെയിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, സൈക്ലോയിഡ് സ്കെയിൽസ് ആൻഡ് ടീനോയിഡ് സ്കെയിൽസ്. നൗ വാട്ട് യു സീ ഈസ് എ സൈക്ലോയിഡ് സ്കെയിൽ. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതൊരു എൻഡ് സ്കെയിലാണ്. ദിസ് ഇസ് എ സൈക്ലോയിഡ് സ്കെയിൽ. നൗ സൈക്ലോയിഡ് സ്കെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം, അതിനൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടൊരു സർക്കുലർ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഈ സൈക്ലോയിഡ് സ്കെയിലിന് ക്യാരക്ടറിസ്റ്റിക് ഒരു നിയർലി ഒരു സർക്കുലർ എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ടു ബി റെപ്രസെൻറ്റഡ് ബൈ നമ്പർ ഓഫ് കോൺസെൻട്രിക് റിങ്സ്. കാരണം കുറേ കോൺസെൻട്രിക് റിങ്സ് ഉണ്ടാകും അറൗണ്ട് ദി ഫോക്കസ്. സെൻട്രൽ പോർഷനാണ് നമ്മൾ ഫോക്കസ് എന്ന് പറയുന്നത്. ഈ ഫോക്കസ് പോർഷനാണ് ഏറ്റവും ആദ്യം ഉണ്ടാകുന്ന സ്കെയിലിൻ്റെ പോർഷൻ കേട്ടോ. പിന്നെ കോൺസെൻട്രേറ്റ് റിങ്സ് നമുക്ക് കാണാൻ പറ്റും. Okay, now the cycloid scale is thick in the center and as it thin towards the margin. Marginലോട്ട് വരുന്നത് ഭയങ്കര thin ആയിരിക്കും. And you can see that now this is the anterior part, this is the posterior part. The anterior part is normally embedded in the skin. Posterior part നമുക്ക് കാണാൻ പറ്റുന്നത് പുറത്തോട്ട് ഉന്തി നിൽക്കുന്ന part. Now this posterior part, you can see that it may be attached with chromatophores. ചില ഫിഷിൻ്റെ സ്കെയിൽസൊക്കെ നല്ല കളേഴ്സ് ഉണ്ടാവില്ല, കളേഴ്സ് ഉണ്ടാക്കുന്ന ക്രൊമാറ്റോഫോഴ്സ് ഇരിക്കുന്നത് ഈ പോസ്റ്റീരിയർ പാർട്ടിലായിരിക്കും ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ആൻഡ് ദേ ആർ ആക്ച്വലി മെയിൻലി അറേഞ്ച് ഇൻ ആൻ ഓവർലാപ്ഡ് പാറ്റേൺ. ഇങ്ങനെ ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് ഓവർലാപ്പ് ചെയ്തിട്ടാണ് സൈക്ലോയിഡ് സ്കെയിൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ടീനോയിഡ് സ്കെയിൽസ്? ടീനോയിഡ് സ്കെയിൽസ് എന്ന് പറയുമ്പോൾ സിമിലർ ടു സൈക്ലോയിഡ് സ്കെയിൽസ് തന്നെയാണ്, ഒരു ഫോക്കസ് ഉണ്ട്, കോൺസെൻട്രേറ്റ് റിങ്സ് ഒക്കെ ഉണ്ട്. ബട്ട് ഇവരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദീസ് ഹാസ് ഗോട്ട് ടീത്ത് ലൈക്ക് സ്ട്രക്ചേഴ്സ്, ടീത്ത് അല്ലെങ്കിൽ സ്പൈൻ ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഇവരുടെ പോസ്റ്റീരിയർ എൻഡിൽ യു ക്യാൻ സീ ടീത്ത്, ടിനി എന്ന് വിളിക്കുന്നു. ടിനി അല്ലെങ്കിൽ ടീത്ത് ലൈക്ക് സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവരെ എന്ത് വിളിക്കുന്നത്? വി കോൾ ദം ആസ് ടീനോയിഡ് സ്കെയിൽസ്. ബാക്കി എൻ്റെ സ്ട്രക്ചർ, നടുക്കത്തെ ഫോക്കസ്, റിങ്സിൻ്റെ കാര്യമൊക്കെ സെയിം ആണ്, ബട്ട് ദേ ഹാവ് ഗോട്ട് എ ടിനി ലൈക്ക് സ്ട്രക്ചർ. ഇതാണ് എൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പേർച്ച് എന്ന് പറയുന്ന ഫിഷസിലൊക്കെയാണ് നമുക്ക് ടീനോയിഡ് സ്കെയിൽസ് കാണാൻ പറ്റുന്നത്. സൈക്ലോയിഡ് സ്കെയിൽസ് ക്യാൻ ബി സീൻ ഇൻ കാർപ്പ്, ട്രൗട്ട്, അങ്ങനത്തെ ഫിഷസിലൊക്കെ നമുക്ക് സൈക്ലോയിഡ് സ്കെയിൽസ് കാണാൻ പറ്റും. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സ്കെയിൽസ്. നമ്മളിവിടെ ഈ പടം നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ആൻറ്റീരിയർ പോർഷൻ, പോസ്റ്റീരിയർ റീജിയൻ, ക്രൊമാറ്റോഫോർ, ടുവേർഡ്സ് ഹെഡ് എവിടെയാണ്, ടെയിൽ എവിടെയാണ്, ഈ ഫോക്കസ്, അത്രയും മാത്രം മതി കേട്ടോ. പിന്നെ ഇവിടെയും അതുപോലെ തന്നെയാണ്. യു ക്യാൻ ഡ്രോ ദ ഫോക്കസ്, ഗ്രൂവ്സ് അല്ലെങ്കിൽ റേഡിയസും, ഇത്രയും മാത്രം ലേബിൾ ചെയ്യാൻ പഠിച്ചാൽ മതി. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സ്കെയിൽസ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.